Good morning, students. ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക് ആരംഭിക്കുകയാണ്. Free consent of the parties. In the last class, we had completed our discussion on capacity of parties. I hope all of you have heard the video and also taken down the notes in your notebook. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്നലെയൊക്കെ ഞാൻ നോട്ട്സ് മാത്രമേ തന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ മാത്രമല്ല, കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കോളേജിൽ ഫുൾ ടൈം മീറ്റിംഗ് ആയിരുന്നു. രാവിലെ ഒരു 10 മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം 5 മണി വരെ നീളുന്ന പലതരം മീറ്റിംഗ്സ് ആയിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ റൂസ എന്ന് പറഞ്ഞൊരു ഏജൻസിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. UGCയുടെ കീഴിലുള്ള ഒരു ഏജൻസിയാണ്. അവർ കോളേജുകൾക്ക് ഫണ്ടിങ് തരുന്ന ഒരു ഏജൻസിയാണ്. അപ്പം നമുക്ക് ഒരു 2 കോടി രൂപയുടെ ഫണ്ട് ഉണ്ടായിരുന്നു. അതിൽ 1 കോടി രൂപ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കായിരുന്നു. പിന്നെ നമ്മുടെ കൗൺസിൽ കൂടി ഞാനും സോയി സാറും ഒക്കെ ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു പുതിയ കൊമേഴ്സ് ബ്ലോക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ ആ കൺസ്ട്രക്ഷൻ മിക്കവാറും പൂർത്തിയായി നമുക്ക് അങ്ങനെ ഒരു ബ്ലോക്കിലേക്ക് മാറാൻ സാധിക്കും. അത് നമ്മുടെ നിലവിലുള്ള IT കോംപ്ലക്സിൻ്റെ പുറകിൽ നിന്ന് ക്യാൻറ്റീനിലേക്ക് പോകുന്ന വഴിക്കാണ് അത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിനെയാണ് പണി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കുകളും കുറച്ച് പേപ്പർ വർക്കുകളും അതിൻ്റെ പ്ലാൻ എസ്റ്റിമേറ്റ് അപ്രൂവ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ട് കോളേജിൽ മീറ്റിംഗ് ഒക്കെ ആയതുകൊണ്ടാണ് ഇന്നലെയൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് സാധിക്കാതെ വന്നത്. അതുകൊണ്ട് ഞാൻ നോട്ട്സ് തന്നത് ഫ്രീ കൺസെൻറ്റ്. നിങ്ങളത് എഴുതിയിട്ടൊന്നും അറിയില്ല, അത് എഴുതിയെടുക്കുക. So we are discussing essential elements of valid contract one by one in detail. So far we have discussed the first three elements. Agreement നമ്മൾ കണ്ടു, ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്, പിന്നെ അതിനുശേഷം കൺസിഡറേഷൻ മനസ്സിലാക്കി. ലാസ്റ്റ് വൺ വാസ് കപ്പാസിറ്റി ഓഫ് ദ പാർട്ടീസ്. നൗ ഫ്രീ കൺസെൻറ്റ്. നമ്മൾ സെക്ഷൻ 10 ഓഫ് ദ കോൺട്രാക്ട് ആക്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. സെക്ഷൻ 10 ഡീൽസ് വിത്ത് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. അത് ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാണ്? ഓൾ എഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട്സ് ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ദ ഫ്രീ കൺസെന്റ് ഓഫ് ദ പാർട്ടീസ്. സോ എഗ്രിമെന്റ് എന്താണെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ആദ്യം സെക്ഷൻ 10 പ്രകാരം പറയുന്ന ആദ്യത്തെ എലമെന്റ് ഫ്രീ കൺസെന്റ് ആണ്. ഓൾ എഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട്സ് ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ദ ഫ്രീ കൺസെന്റ് ഓഫ് ദ പാർട്ടീസ് ഫോർ എ ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് ഫോർ എ ലോഫുൾ ഓബ്ജക്ട് മെയ്ഡ് ബൈ കോമ്പീറ്റന്റ് പാർട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എസെൻഷ്യൽ എലമെന്റ്സ് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന സെക്ഷൻ 10 നമ്മൾ കണ്ടതാണ്. സോ ഫ്രീ കൺസെന്റ് എന്താണ്? ഫ്രീ കൺസെന്റ് സ്വതന്ത്രമായ സമ്മതം. We know there are at least 2 parties to a contract and both the parties should enter into a contract with free consent. There should not be any external pressure on either parties to enter into a contract. There should not be any coercion, undue influence, misrepresentation, fraud or mistake on either of the parties to enter into contract. They should have entered into a contract with their free consent. അവരുടെ പരിപൂർണവും സ്വതന്ത്രവുമായ സമ്മതത്തോടെ ആയിരിക്കണം, അനുവാദത്തോടെ ആയിരിക്കണം കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്. യാതൊരു തരത്തിലുള്ള ഭീഷണിയോ അന്യായമായ സമ്മർദ്ദമോ ചതിയോ തെറ്റിദ്ധരിപ്പിക്കലോ അല്ലെങ്കിൽ തെറ്റ് സംഭവിക്കലോ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടാവാൻ പാടില്ല കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്ട് വോയിഡബിൾ ആയി മാറും. വോയിഡ് അല്ല, മിസ്റ്റേക്ക് വന്നാൽ മാത്രമേ, ബൈലാറ്ററൽ മിസ്റ്റേക്ക് വന്നാലാണ് കോൺട്രാക്ട് വോയിഡ് ആവുക. മറ്റ് കേസുകളാൽ മറ്റ് പ്രശ്നങ്ങളാൽ സമ്മതം സ്വതന്ത്രമല്ലാതായി വന്നാൽ കോൺട്രാക്ട് വോയിഡബിൾ ആവും. സോ ലെറ്റ് us see what is consent, what is free consent. Section 13 defines the term consent and lays down that 2 or more persons are said to consent when they agree upon the same thing in the same sense. Thus consent means identity of mind or consensus ad idem, that is agreeing upon the same thing in the same sense. Section 13 പ്രകാരം 2 or more persons are said to consent. 2 അതിലധികം ആള് കൺസെന്റ് ആണ്, അല്ല അവർക്ക് സമ്മതമാണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? when they agree upon the same thing in the same sense. ഒരേ കാര്യം ഒരേ രീതിയിൽ മനസ്സിലാക്കുകയും എഗ്രി ചെയ്യുകയും ചെയ്യുമ്പോഴാണ് 2 അതിലധികം ആൾക്കാരെ കൺസെന്റ് ആണ് എന്ന് പറയാം. ക്ലിയർ? Thus consent means, അപ്പോൾ കൺസെന്റ് എന്ന വാക്ക് കോൺട്രാക്ട് ആക്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഐഡന്റിറ്റി ഓഫ് മൈൻഡ്സ് എന്ന അർത്ഥത്തിലാണ്. മനസ്സുകൾ തമ്മിലുള്ള കൂടിച്ചേരൽ അല്ലെങ്കിൽ ഐക്യം എന്ന അർത്ഥത്തിലാണ് കൺസെന്റ് എന്ന വാക്ക് കോൺട്രാക്ട് ആക്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൺസെന്റ് മീൻസ് ഐഡന്റിറ്റി ഓഫ് മൈൻഡ് or consensus ad idem,
ദാറ്റ് ഈസ് എഗ്രീയിങ് അപ്പോൺ ദ സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. ഇനി കൺസെൻറ്റ് ഫ്രീ ആവുന്നത് എപ്പോഴാണെന്ന് സെക്ഷൻ 14 ഡിസ്കസ് ചെയ്യുന്നു. സെക്ഷൻ 14 lays down that consent is said to be free when it is not caused by. See, when it is not caused by. താഴെ പറയുന്ന കാര്യങ്ങൾ ഒരു കോൺട്രാക്റ്റ് ഇല്ലാത്തപ്പോഴാണ് കൺസെൻറ്റ് ഫ്രീ ആണെന്ന് പറയുന്നത്. നോട്ട് കോസ്ഡ് ബൈ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെൻറ്റേഷൻ, ഫ്രോഡ് ഓർ മിസ്റ്റേക്ക്. അപ്പം ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൺസെൻറ്റ് ഫ്രീ അല്ല. കൺസെൻറ്റ് ഫ്രീ ആവണമെങ്കിൽ ഈ കാര്യം ഒന്നും കോൺട്രാക്റ്റ് ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതിൽ ഓരോന്നാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ വേരിയസ് കോസസ് ലീഡിങ് ടു ഫ്ലോ ഇൻ കൺസെൻറ്റ്, FLAW, ഫ്ലോ എന്ന് പറഞ്ഞാൽ കൺസെൻറ്റിൽ വീഴ്ച വരുന്നത് അല്ലെങ്കിൽ കൺസെൻറ്റിൽ കുറവ് വരുന്നത് താഴെ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ്. ദ ഫോളോയിങ് ആർ ദ റീസൺസ് വിച്ച് ലീഡ് ടു ഫ്ലോ ഇൻ കൺസെൻറ്റ്. ആദ്യത്തേത് കൊയേഷൻ, COERCION, കൊയേഷൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ കൊയേഷൻ എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക. മറ്റൊരാളെ ഭീഷണിപ്പെടുത്തി ത്രെറ്റൺ ചെയ്ത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യിക്കുന്നതിനാണ് കൊയേഷൻ എന്ന് പറയാം. When a person obtains consent of the other party by force or under fear caused by threats of bodily violence and imprisonment, he is said to use coercion. ഒരാൾ മറ്റൊരാളുടെ സമ്മതം വാങ്ങുന്നത് obtains consent of the other party by force, ബലം പ്രയോഗിച്ചോ, or under fear caused by threats of bodily violence and imprisonment. ഒരാളെ തടവിൽ വെക്കുമെന്നോ അല്ലെ തടഞ്ഞു വെക്കുമെന്നോ അയാളെ ശാരീരികമായി ഉപദ്രവിക്കുമെന്നോ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചോ ഒരാളുടെ സമ്മതം വാങ്ങുമ്പോഴാണ് ഭീഷണി ഉപയോഗിക്കുക അല്ലെങ്കിൽ കൊയേഷൻ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. ഇത് നിയമാനുസൃതമാണോ? നെവർ. അത് നിയമാനുസൃതമല്ല. എഗെയിൻസ്റ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ലോ ആണ് കൊയേഷൻ. ഭീഷണിപ്പെടുത്തി അല്ല. എങ്ങനെയാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ സമ്മതം നേടേണ്ടത്? രണ്ടുപേരും പരസ്പരം ആലോചിച്ച് സ്വതന്ത്രമായ മനസ്സോടുകൂടിയാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യേണ്ടത്. ഒരാൾ ഭീഷണിക്ക് വഴങ്ങിയല്ല. പക്ഷേ ഭീഷണിക്ക് വഴങ്ങിയാണെങ്കിൽ കോൺട്രാക്റ്റ് സാധുവല്ല. സെക്ഷൻ 15 defines coercion as committing or threatening to commit any act forbidden by the Indian Penal Code, or the unlawful detaining or threatening to detain any property to the prejudice of any person with the intention of causing any person to enter into an agreement. കുറച്ച് ലെങ്തി ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് സെക്ഷൻ 15 കൊയേഷന് കൊടുത്തിരിക്കുന്നത്. എന്താ നോക്കാം. കൊയേഷൻ ആസ് കമ്മിറ്റിംഗ് ഓർ ത്രെറ്റനിങ് ടു കമ്മിറ്റ്, ചെയ്യുകയോ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുക. എന്ത്? എനി ആക്ട് ഫോർബിഡൻ ബൈ ദി ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ പണിഷബിളായ അല്ലെങ്കിൽ പ്രോഹിബിറ്റഡ് ആയ നിരോധിക്കപ്പെട്ട ശിക്ഷാർഹമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുക. ഓർ ദ അൺലോഫുൾ ഡീറ്റെയിനിങ് ഓർ ത്രെറ്റനിങ് ടു ഡീറ്റെയിൻ, അന്യായമായി നിയമവിരുദ്ധമായി അൺലോഫുള്ളായി ഡീറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ തടഞ്ഞു വെക്കുക, നിയമവിരുദ്ധമായി തടഞ്ഞു വെക്കുക അല്ലെങ്കിൽ തടഞ്ഞു വെക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. എന്ത്? എനി പ്രോപ്പർട്ടി, മറ്റൊരാളുടെ വസ്തുവകകളെ, ടു ദ പ്രിജുഡീസ് ഓഫ് എനി പേഴ്സൺ, അയാളുടെ താല്പര്യത്തിന് വിരുദ്ധമായി. പ്രിജുഡീസ് മീൻസ് അയാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, താല്പര്യത്തിന് വിരുദ്ധമായി. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് കോസിങ് എനി പേഴ്സൺ ടു എൻ്റർ ഇൻ ടു എൻ എഗ്രിമെൻറ്റ്, മറ്റേയാളെ കരാറിൽ ഏർപ്പെടുത്താൻ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യുക, പ്രലോഭിപ്പിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ ഭീഷണിയൊക്കെ ചെയ്യുന്നത്. അതിനാണ് കൊയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സെക്ഷൻ 15 ഡിഫൈൻസ് കൊയേഷൻ ആസ് കമ്മിറ്റിംഗ് ഓർ ത്രെറ്റനിങ് ടു കമ്മിറ്റ്, ചെയ്യുകയോ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുക. എന്ത്? എനി ആക്ട് ഫോർബിഡൻ ബൈ ദ ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ശിക്ഷാർഹമായ അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട ഒരു കാര്യം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുക. ഓർ ദ അൺലോഫുൾ ഡീറ്റെയിനിങ് ഓർ ത്രെറ്റനിങ് ടു ഡീറ്റെയിൻ, അന്യായമായി തടങ്കലിൽ വയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുക. എന്താ? എനി പ്രോപ്പർട്ടി ടു ദ പ്രിജുഡീസ് ഓഫ് എനി പേഴ്സൺ, ഒരാളുടെ താല്പര്യത്തിന് വിരുദ്ധമായ എൻ്റെ പ്രോപ്പർട്ടി. ഇതൊക്കെ ചെയ്യുന്നത് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് കോസിങ് ദ പേഴ്സൺ ടു എൻ്റർ ഇൻ ടു ആൻ എഗ്രിമെൻറ്റ്. Coercion may be directed even against third party. The act constituting coercion need not be directed against the other party to the contract. It may be directed even against a third party. കോൺട്രാക്റ്റിലുള്ള രണ്ടാളുകൾ അവരവർക്ക് പരസ്പരം എതിരെ മാത്രമായിരിക്കണമെന്നില്ല ഈ ഭീഷണി പ്രയോഗിക്കുന്നത്, മറ്റൊരാൾക്കെതിരെയും ആവാം. ഞാൻ എക്സാമ്പിൾ വെച്ച് ക്ലിയർ ചെയ്യാം. If the consent to an agreement is obtained by coercion,
The contract is voidable at the option of the party whose consent is so obtained. ഇപ്പോൾ കൊയേഷൻ്റെ ഇഫക്റ്റാണ് പറയാം. നമ്മൾ കണ്ടു കോൺട്രാക്ട് എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ ക്ലിയർ ആവും. മറ്റൊരാൾക്കെതിരെ വേണമെങ്കിലും ഭീഷണി പ്രയോഗിക്കാം, എന്നാലും കൊയേഷനാണ്. ഇനി കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസെൻറ്റ് ഒരാളുടെ ഒബ്റ്റെയിൻ ചെയ്യുന്ന കൊയേഷൻ മൂലമാണെങ്കിലോ എന്താണ് ആ കോൺട്രാക്റ്റിൻ്റെ അവസ്ഥ? ദ കോൺട്രാക്ട് ഈസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടി ഹൂസ് കൺസെൻറ്റ് ഈസ് സോ ഒബ്റ്റെയിൻ. വോയിഡ് അല്ല എന്ന് പറഞ്ഞാൽ അതിനാൽ തന്നെ അസാധുവല്ല, വോയിഡ് അല്ല. പക്ഷേ ആരുടെ കൺസെൻ്റ് ആണോ ഫ്രീ അല്ലാത്തത്, ആരാണോ ഭീഷണിക്ക് വഴങ്ങിയത്, ആർക്കാണോ നഷ്ടം സംഭവിച്ചത്, അയാൾക്ക് വേണമെങ്കിൽ കോൺട്രാക്ട് വോയിഡ് ആക്കാം. ഇറ്റ് ഈസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ പാർട്ടി ഹൂസ് കൺസെൻറ്റ് ഈസ് സോ കോസ്റ്റ്. ആരുടെ സമ്മതമാണോ ഭീഷണി മൂലം വാങ്ങിയത് അയാൾക്ക് വേണമെങ്കിൽ കോൺട്രാക്ട് വോയിഡ് ആക്കാം. ഇനി അയാൾ തീരുമാനിക്കാണ് വേണ്ട നിങ്ങൾ പൊക്കോട്ടെ, എന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ സഹിച്ചു, അങ്ങനെയാണെങ്കിൽ കോൺട്രാക്ട് വാലിഡ് ആണ്. മറ്റേ ആൾക്ക് ഭീഷണിപ്പെടുത്തിയ ആൾക്ക് ഓപ്ഷനൊന്നുമില്ല. അഗ്രീഡ് പാർട്ടി കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചാൽ കോൺട്രാക്ട് ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. For example, A threatens to shoot B if he does not sell his car worth rupees 10 lakhs for rupees 1 lakh to A. ഞാൻ ഒരിക്കൽ പറഞ്ഞ എക്സാമ്പിളാണ്. A threatens to shoot B. A ഭീഷണിപ്പെടുത്തിയാണ് B എന്ത് നിന്നെ വെടിവെക്കും, ഷൂട്ട് ചെയ്യും. A threatens to shoot B if B does not sell his car worth rupees 10 lakhs for rupees 1 lakh to A. 10 ലക്ഷം രൂപ വിലയുള്ള ബിയുടെ കാറ് വെറും 1 ലക്ഷം രൂപയ്ക്ക് എക്ക് വിൽക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ എ ബിയെ തട്ടിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ദിസ് ഇസ് എ ക്ലിയർ കേസ് ഓഫ് കൊയേഷൻ ആൻഡ് ദിസ് കോൺട്രാക്ട് ഇസ് വോയിഡബിൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ബി. ബിക്ക് വേണമെങ്കിൽ പിന്നീട് ഈ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി കോടതിയെ സമീപിക്കാം, കോടതി അത് അനുവദിക്കും. പക്ഷെ ബി വിചാരിക്കുകയാണ്, വോയിഡബിൾ എന്ന വാക്കിൻ്റെ അകത്ത് ഞാൻ പറയുന്നത്, ബി വിചാരിക്കുകയാണ് പോട്ടെ എനിക്കിനിയും കാർ വാങ്ങാമല്ലോ, അവൻ ഇല്ലാഞ്ഞിട്ടില്ല, അവൻ കൊണ്ടുപോട്ടെ എന്ന് വിചാരിച്ചാലോ കോൺട്രാക്ട് വാലിഡ് ആണ്. അപ്പോൾ ഇത് നോക്കുക, രണ്ട് പാർട്ടീസ് എ ആൻഡ് ബി ഭീഷണിപ്പെടുന്ന ബിയെ തന്നെ, കോൺട്രാക്റ്റിലുള്ള ആളെ തന്നെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഇനി ഇതിന് തൊട്ട് മുമ്പത്തെ സെൻറ്റൻസ് ഞാൻ പറഞ്ഞായിരുന്നു, കൊയേഷൻ മേ ബി ഡയറക്റ്റഡ് ഈവൻ അഗെയിൻസ്റ്റ് തേർഡ് പാർട്ടി. If the act constituting coercion is directed against a third party and the purpose of such coercion is to induce one party to enter into an agreement, then also contract is voidable. ഒരു എക്സാമ്പിൾ പറയാം, ഇതേ കേസ് തന്നെ ചിന്തിക്കാം, ഈ എ ബിയെ ഷൂട്ട് ചെയ്യുന്ന അതേ കേസ് തന്നെ ചിന്തിക്കാം. എ ത്രട്ടൻസ് ടു ഷൂട്ട് ബി ഇഫ് സി ഡസ് നോട്ട് സെൽ ഹിസ് കാർ വർത്ത് rupees 10 lakhs for rupees 1 lakh to A എന്ന് വിചാരിക്കുക. എ ബിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. എങ്ങനെയാണെങ്കിൽ സി അയാളുടെ കാർ 10 ലക്ഷം രൂപ വരെയുള്ള കാർ 1 ലക്ഷം രൂപയ്ക്ക് എക്ക് വിൽക്കുന്നില്ലെങ്കിൽ എ ബിയെ കൊല്ലും. ഇനി വിചാരിക്കുക ബി സിയുടെ മകനാണെന്ന് വിചാരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ആരെയാണ്? സിയെ തന്നെയാണ്. പക്ഷേ ആ ആക്ട് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് കൊയേഷൻ ഇസ് ഡയറക്റ്റഡ് അഗെയിൻസ്റ്റ് തേർഡ് പാർട്ടി. എയും സിയും തമ്മിലാണ് കരാറിൽ എൻ്റർ ചെയ്യുന്നത്. സി പേടിച്ചിട്ട് കാർ വിൽക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. സി തൻ്റെ മകനായ ബിയെ എ കൊലപ്പെടുത്തുമെന്ന് പേടിച്ചിട്ട് കരാറിൽ ഏർപ്പെട്ടു എന്ന് വിചാരിക്കുക. ഇവിടെ കരാറിൽ ഏർപ്പെട്ടത് ആര് തമ്മിലാണ്? എയും സിയും തമ്മിലാണ്. സിയുടെ കൺസെന്റ് ഫ്രീ അല്ല, പക്ഷെ കരാറുണ്ടായി, കോൺട്രാക്റ്റ് ഉണ്ടായി, അത് തമ്മിൽ എയും സിയും തമ്മിലാണ്. പക്ഷെ കൊയേഷൻ ആർക്കെതിരെയാണ്? തേർഡ് പാർട്ടിയായ, കരാറിൽ അംഗമല്ലാത്ത, കക്ഷിയല്ലാത്ത ബിക്കെതിരെയാണ്. ഇതും കൊയേഷൻ തന്നെയാണ്. C can approach a court of law to get the contract cancelled and get some compensation. Court will admit it because contract is voidable at the option of the aggrieved party. Second example, അപ്പോൾ ഇത് ബോഡിലി വയലൻസിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം കൊയേഷൻ എന്ന് പറഞ്ഞാൽ ബോഡിലി വയലൻസ് മാത്രമല്ല, ശാരീരിക അതിക്രമം മാത്രമല്ല, ബലം പ്രയോഗിക്കൽ മാത്രമല്ല, പ്രോപ്പർട്ടി തടഞ്ഞു വയ്ക്കുന്നതും, ഒരാളുടെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രോപ്പർട്ടി തടഞ്ഞു വയ്ക്കുന്നതും കൊയേഷനാണ്. അതിന് ഉള്ള ഒരു എക്സാമ്പിളാണ് രംഗനായകമ്മ വേഴ്സസ് ആൽവാർ ഷെട്ടി. ഇതൊരു ക്ലാസിക് എക്സാമ്പിൾ ഫോർ കൊയേഷൻ അറ്റാച്ച്ഡ് ഇൻ ദ കോൺട്രാക്ട് ആക്ട് ആണ്. രംഗനായകമ്മ വേഴ്സസ് ആൽവാർ ഷെട്ടി. രംഗനായകമ്മ വാസ് എ ഗേൾ ഓഫ് 13 years old. Her husband died and the body was about to be removed for cremation. But the relatives of her husband threatened her that unless she gave her consent to adopt a boy of their choice, they will not allow the cremation. Ranganayagama had no other option but to adopt the boy. Later, she filed a suit for cancelling the adoption. The court admitted her request on the ground that her consent for adoption was not free. മനസ്സിലായോ?
രംഗനായകമ്മ ഒരു പാവം പെൺകുട്ടിയായിരുന്നു, 13 വയസ്സ് മാത്രം പ്രായമുള്ളത്. അവളുടെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചു. 13 വയസ്സായ പെൺകുട്ടി കല്യാണം കഴിച്ചിരുന്നു എന്നുള്ളതൊക്കെ വേറെ ചോദ്യം. എന്തായാലും അതാണ് സംഭവം. 13 വയസ്സുള്ള രംഗനായകമ്മ എന്ന കുട്ടിയുടെ ഹസ്ബൻഡ് മരിച്ചു. എന്നിട്ട് ഡെഡ് ബോഡി വാസ് എബൌട്ട് ടു ബി റിമൂവ് ഫോർ ക്രിമേഷൻ. സംസ്കരിക്കാൻ വേണ്ടി ബോഡി എടുക്കാൻ പോവാണ്. പക്ഷേ ഇവരുടെ ഹസ്ബൻഡ് റിലേറ്റീവ്സ്, രംഗനായകൻ മരിച്ചുപോയ ഹസ്ബൻഡ് റിലേറ്റീവ്സ് ത്രട്ടൻ ഹെർ ദാറ്റ്, അവളെ ഭീഷണിപ്പെടുത്തി. എന്ത്? അൺലെസ് ഷീ ഗേവ് ഹെർ കൺസെന്റ് ടു അഡോപ്റ്റ് എ ബോയ് ഓഫ് ദെയർ ചോയ്സ്. അവർ പറയുന്ന ഒരു ആൺകുട്ടിയെ ദത്തെടുത്തില്ലെങ്കിൽ അവർ മൃതസംസ്കാരം അനുവദിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തി. അതെന്താണ്? അൺലോഫുൾ ഡീറ്റെയിനിങ് ഓഫ് പ്രോപ്പർട്ടിയാണ്. ഡെഡ് ബോഡി ആയിക്കഴിഞ്ഞാൽ മനുഷ്യൻ എന്തായി? പേഴ്സൺ അല്ലാതായി, പ്രോപ്പർട്ടിയായി മാറി, വസ്തുവായി മാറി. അപ്പോൾ രംഗനായകമ്മയോട് പറയാണ്, നിന്റെ ഹസ്ബൻഡിൻ്റെ ബോഡി ഇവിടുന്ന് മാറ്റി സംസ്കരിക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന ഒരു കുട്ടിയെ ദത്തെടുക്കണം. ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് ഭീഷണിപ്പെടുത്തിയാണ്. എന്തിനായിരിക്കാം ശരിക്കും അങ്ങനെ ഒരു ഭീഷണി? ഹസ്ബൻഡിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി മറ്റാർക്കും പോവാതെ അവരുടെ സ്വന്തമുള്ള ഇവർക്ക് പോലും കിട്ടാണ്ട് പിന്നെ അവരുടെ ബന്ധത്തിലുള്ള ഒരു പയ്യന് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ദുഷ്ടലാക്കോടെയാണ് ഈ ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സ് ഇവരോട് ഭീഷണിപ്പെടുത്തിയത്. രംഗനായകമ്മ ഹാഡ് നോ അതർ ഓപ്ഷൻ ബട്ട് ടു അഡോപ്റ്റ് ദ ബോയ്. നോക്കുക, ആ കുട്ടിയുടെ സിറ്റുവേഷൻ നോക്കുക. അവളുടെ ഹസ്ബൻഡ് മരിച്ചു, മറ്റാരും സഹായിക്കാനില്ല, ഹസ്ബൻഡിൻ്റെ ബോഡി പോലും റിമൂവ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ അവർക്ക് മറ്റൊരു വഴിയില്ലാഞ്ഞിട്ട് അവർ ആ കുട്ടിയെ ദത്തെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ലേറ്റർ ഷി ഫയൽ എ സ്യൂട്ട് ഫോർ ക്യാൻസലിംഗ് ദ അഡോപ്ഷൻ. ദത്തെടുക്കൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഒരു കേസ് ഫയൽ ചെയ്തു. ദ കോർട്ട് അഡ്മിറ്റഡ് ഹെർ റിക്വസ്റ്റ്. ദ കോർട്ട് അപ്രൂവ്ഡ്. ദ കോർട്ട് ക്യാൻസൽഡ് ദ അഡോപ്ഷൻ ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഹെർ കൺസെന്റ് ഫോർ അഡോപ്ഷൻ വാസ് നോട്ട് ഫ്രീ. ആ ദത്തെടുക്കൽ സ്വതന്ത്ര മനസ്സോടെ അല്ലായിരുന്നു, കോൺട്രാക്ട് സ്വതന്ത്ര സമ്മതത്തോടെ അല്ലായിരുന്നു എന്ന് ന്യായത്തിൽ കോടതി ആ ദത്തെടുക്കൽ ഉടമ്പടി ക്യാൻസൽ ചെയ്തു. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ് വിച്ച് ലീഡ് ടു ഫ്ലോ ഇൻ കൺസെന്റ്. കൺസെന്റ് ഫ്രീ അല്ലാത്ത ആദ്യത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് കൊയേഷൻ. അപ്പം ഇന്നത്തേക്ക് ഇത് മതി. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത എലമെന്റ് നമുക്ക് പഠിക്കാം. താങ്ക് യു.